മലപ്പുറം താനൂർ ബീച്ച് റോഡിൽ നടു റോഡിൽ സ്വകാര്യ ബസ്സിന് മുകളിൽ യുവാവിന്റെ പരാക്രമം. അപകടം ഒഴിവായത് തലനാഴിഴയ്ക്കാണ്. ഓടുന്ന ബസ്സിന് മുന്നിൽ യുവാവ് ബൈക്ക് നിർത്തുകയായിരുന്നു. ബസ് ബ്രേക്ക് ചവിട്ടിയതോടെ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികൾക്കുൾപ്പെടെ സാരമായി പരിക്കേറ്റു. ബ്രേക്ക് ചവിട്ടിയ ശേഷം വാഹനത്തിനുള്ളിലെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇപ്പോൾ വാഹനത്തിന് പുറത്തെ ദൃശ്യങ്ങളിലേക്ക്. സുഹൈൽ അഹമ്മദ് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുഹൈൽ, എന്ത് തോന്നിയ മാസമാണത്? കാര്യം, ഒരു യുവാവ് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വണ്ടി റേസ് ചെയ്ത് ആ ബസ്സിന് മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തുന്നു. ഈ ബസ്സുമായി എന്തോ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു അപകട സാഹചര്യം, അതാണ് ഈ വാർത്ത. എന്താണ് സംഭവിച്ചത് അവിടെ? അനൂപ്, ഇത് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് അടുത്ത നേരത്താണ് സംഭവം. മലപ്പുറം ജില്ലയിലെ താനൂരിലാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന് മുമ്പിൽ ബൈക്ക് യാത്രക്കാരന് ഒരു പരാക്രമം ഉണ്ടായിരിക്കുന്നത്. താനൂർ ബീച്ച് റോഡിലെ ഉള്ളിയാൽ ഭാഗത്ത് വെച്ചാണ് ബൈക്ക് യാത്രക്കാരൻ അതിവേഗത്തിൽ വരികയും ബസ്സിന് മുമ്പിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ട്. ബസ്സുകാരൻ കൃത്യസമയത്ത് സമയോചിതമായി ബ്രേക്ക് ഇട്ടതിനാൽ വണ്ടി നിൽക്കുന്നു. ഇതിന്റെ വിഷയം, അതിന് തൊട്ട് മുമ്പുള്ള ഒരു തൊട്ട് പിറകെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോപ്പിൽ ഈ ബസ് ആളുകൾ ഇറക്കുന്ന സമയത്ത് ബൈക്കിന് പോകാൻ സ്ഥലം കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായിരുന്നു. അതവിടെ കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ബസ് പോയപ്പോഴാണ് ഈ ബൈക്കുകാരൻ പിറകിലൂടെ അതിവേഗത്തിൽ വന്ന് ബസ്സിന്റെ മുമ്പിലേക്ക് എത്തി ബ്രേക്ക് ഇട്ട് ഒരു അപകട സാഹചര്യം ഉണ്ടാക്കിയത് നമുക്ക് കാണാം. അതിനുശേഷം ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരുപാട് ആളുകൾ മുന്നോട്ട് വീഴുന്നു. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ തല കമ്പിയിലടിക്കുന്നു. അവരെല്ലാം കരയുന്നതും ഒക്കെ കണ്ടു. എന്തായാലും തൊട്ടു പിന്നാലെ ബസ് ജീവനക്കാർ താനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇരു കൂട്ടരെയും പോലീസ് വിളിപ്പിക്കുകയും ചെയ്തു. പക്ഷേ യുവാവിന്റെ കുടുംബം എങ്ങനെയെങ്കിലും കേസ് ഒഴിവാക്കണം എന്ന് നിരവധി തവണ അഭ്യർത്ഥിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു പരാതി പിൻവലിക്കുകയായിരുന്നു. യുവാവിനെയാണെങ്കിൽ പോലീസ് താക്കീത് ചെയ്ത് വിട്ടയക്കുകയുമാണ് ചെയ്തത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബസ് ജീവനക്കാരന് സംയോജിതമായി ബ്രേക്ക് ചവിട്ടാൻ കഴിഞ്ഞതാണ്. അല്ല, ഇത് അങ്ങനെ താക്കീത് ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ? ഇതിൽ മോട്ടോർ വാഹന നിയമ ലംഘനമുണ്ട് സുഹൈൽ. ഇതിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബസ്സുകാർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരുമോ ഈ പ്രശ്നം? കാര്യം ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്ന ഏതൊരു മനുഷ്യനും പൊറുക്കാൻ കഴിയുന്നതാണോ ആ യുവാവ് ചെയ്തിരിക്കുന്ന ഈ തോന്നിയാസം? നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് പോലീസും RTOയുമാണ്. നിലവിലുണ്ടായിരിക്കുന്നത് ഇതിൽ കേസില്ല എന്നുള്ളതാണ്. പക്ഷേ ഹെൽമെറ്റ് വെക്കാത്തതിനുള്ള ശിക്ഷയുണ്ടാകാം. അതോടൊപ്പം തന്നെ അപകടം ഉണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിച്ചതിനുമൊക്കെ RTOക്ക് വേണമെങ്കിൽ തുടർ നടപടികളൊക്കെ സ്വീകരിക്കാം. അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ നടപടികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. കാര്യം ഇതൊക്കെ ഈ രീതിയിൽ ക്ഷമിച്ചും പുറത്തും വിടുന്നതാണ് വീണ്ടും വീണ്ടും ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ കാരണമായി മാറുന്നത്. ആ വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ഇത് പരാതികൾ കൊടുത്ത് മുന്നോട്ട് പോകാം. ഈ രീതിയിൽ ഒരു വാഹനത്തെ തൊട്ട് മുന്നിൽ കൊണ്ട് ആദ്യം ബ്രേക്ക് ചവിട്ടിയെടുത്താണ് വണ്ടി നിർത്തിയതെങ്കിൽ ഒരുപക്ഷെ ഈ ദിവസം ആ യുവാവ് ഈ ഭൂമുഖത്ത് പോലും ഉണ്ടായിരിക്കില്ല. കാര്യം അത്രമാത്രം അപകട സാഹചര്യമായിരുന്നു. പിന്നീട് എന്തോ തോന്നി കുറച്ച് മുന്നോട്ടെടുത്തിട്ടാണ് വണ്ടി നിർത്തുന്നത്. അതുകൊണ്ട് ആ യുവാവ് രക്ഷപ്പെട്ടു. എന്നാൽ അങ്ങനെ മിടുക്കനായി പോകാൻ പാടില്ല. ഇങ്ങനെ ഈ അഭ്യാസം കാണിക്കുന്നവരൊന്നും. ശക്തമായ നടപടി തന്നെയാണ് ഇതുമായി